ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ഒരു പ്രവേശനത്തിനുള്ള സാധ്യതയുണ്ട്. ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ, ദൈവം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ആഗ്രഹമുള്ള എല്ലാ ദൈവമക്കളിലേക്കും ഒരു പ്രവേശനത്തിൻ്റെ വാതിൽ ദൈവം തുറക്കും. പ്രവേശനത്തിൻ്റെ വാതിൽ നമ്മളെല്ലാവരും നമുക്ക് പ്രവേശിക്കേണ്ട വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ അടക്കമുള്ളവർ നമുക്ക് പ്രവേശിക്കാനുള്ള വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കൊതിയോടെ ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് പോലെ കൊതിയോടെ കാത്തിരിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഒരു പ്രവേശനത്തിനുള്ള വാതിൽ തുറക്കും. എന്താണത്? എനിക്കെങ്ങനെ അടുത്തൊരു ഫേസിലേക്ക് കയറാൻ പറ്റും എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ശരിയല്ലേ? നിങ്ങളും അങ്ങനല്ലേ? ആണ്. അടുത്തൊരു ഫേസിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക്, അടുത്തൊരു അഭിഷേകത്തിലേക്ക്, അടുത്തൊരു ഘട്ടത്തിലേക്ക് എനിക്ക് എങ്ങനെ കയറാൻ പറ്റും ആഗ്രഹിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വചനം ഞാൻ പഠിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, എടാ, നിനക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറണമെങ്കിൽ നീ നിന്റെ ജനത്തോടും പറയണം, നീ ഇത് മനസ്സിലാക്കണം. അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറണമെങ്കിൽ നിന്നിൽ കയറാനുള്ളത് കയറണം. ആമേൻ. നിന്നിൽ കയറാനുള്ളത് കയറിയാലേ നിനക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞൊന്ന് പറഞ്ഞ്, ഇന്ന് എന്നിൽ കയറാനുള്ളത് കയറണം, എന്നിൽ പ്രവേശിക്കാനുള്ളത് പ്രവേശിക്കണം. സ്തോത്രം. എന്നിൽ കയറാനുള്ളത് കയറണം, എന്നിലേക്ക് പ്രവേശിക്കാനുള്ളത് പ്രവേശിക്കണം. എന്താണ് എന്നിൽ കയറാനുള്ളത് കയറുകയും എന്നിൽ പ്രവേശിക്കാനുള്ളത് പ്രവേശിക്കുകയും ചെയ്താലുള്ള ഗുണം? എന്നിൽ നിന്ന് ചില ചെതുമ്പൽ വിട്ടുമാറും. എൻ്റെ ജീവിതത്തിൽ നിന്ന് ചെതുമ്പൽ വിട്ടുമാറും. മീൻ കടലിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ചെതുമ്പലും ഉണ്ട്, അതിൻ്റെ പുറത്ത് മണ്ണും ഉണ്ട്, അതിൻ്റെ പുറത്ത് ഉപ്പുരസമുണ്ട്, അതിൻ്റെ പുറത്ത് എല്ലാം ഉണ്ട്. പക്ഷേ ആ മത്സ്യത്തിൻ്റെ പുറത്തൊരു കത്തി കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഫിഷ് വന്നു, അത് നേരെ നിങ്ങളുടെ ഒരു ക്ലീനിങ് വെസലിലേക്ക് നിങ്ങൾ ഇട്ടു. നിങ്ങളുടെ കയ്യിലുള്ള കറിക്കത്തി ആ ഫിഷിൻ്റെ പുറത്ത് കയറുന്ന വരെ ഉള്ളൂ സാധനം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മത്സ്യത്തെ കടലിൽ കിടന്ന കൂട്ടിനെടുത്ത് നിങ്ങൾക്ക് വായി വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾ അതിനകത്തൊരു ക്ലീനിങ് പ്രോസസ്സ് ചെയ്യും. അതിന് നിങ്ങളുടെ കയ്യിലുള്ള കറിക്കത്തി നിങ്ങൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിസർ, ഫിഷ് കട്ട് ചെയ്യുന്ന സിസർ നിങ്ങൾ യൂസ് ചെയ്യുമായിരിക്കും. ആ കത്തി അല്ലെങ്കിൽ കത്രിക കയറി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ പുറത്തുനിന്ന് ചെതുമ്പലാണെങ്കിൽ ചെതുമ്പൽ, അതിൻ്റെ സ്കിന്നാണെങ്കിൽ സ്കിൻ എല്ലാം പറഞ്ഞു മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ പാകം ചെയ്ത് ഭക്ഷിക്കത്തക്ക രീതിയിലാകാം. കാരണം എന്താ? അത് കടലിൽ കിടന്നതാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടൂൾ അതിൻ്റെ പുറത്ത് കയറിയപ്പോഴേ അത് ഭക്ഷ്യയോഗ്യമായി മാറിയുള്ളൂ. എന്നതുപോലെയാണ്, ഞാൻ എന്ന വ്യക്തിയെ ദൈവത്തിന് യൂസ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഞാൻ പാകപ്പെടണം. പാകപ്പെടണം. ഞാൻ പാകപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആയുധം എൻ്റെ മേൽ കയറണം. ദൈവത്തിന്റെ ആയുധം എൻ്റെ മേൽ കയറണം. ദൈവത്തിന്റെ ആത്മാവെൻ്റെ മേൽ കയറണം. ഈ തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനം 16ഉം 17ഉം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16ഉം 17ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, കമോൺ once again, തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട ശ്വാസത്തിലൂടെ ഉത്ഭവിച്ച ദൈവത്തിൻ്റെ വചനം. ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് ഷോർട്ട് ഫോം ചെയ്ത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസം. ഞാൻ അങ്ങനെ അങ്ങ് പറയുക. വചനമുളവായ ദൈവത്തിൻ്റെ ശ്വാസത്തെ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. വചനം ഞാൻ ഇപ്പം തൊടുന്നില്ല. ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ വചനമാണ് എന്നെ ഈ നിലയിൽ മേക്ക് ഓവർ ചെയ്തത്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ ദൈവവചനം പഠിക്കുന്ന സമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്ന് ഉളവായി. എന്താ? ദൈവശ്വാസീയമായ ദൈവത്തിൻ്റെ വചനം.
എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസമാണ്. ആ ദൈവത്തിന്റെ ശ്വാസം ഒരുവന്റെ മേൽ പകർന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്താ സംഭവിച്ചെന്ന് ബൈബിൾ പറയുന്നത്? അവൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു. മൈ ഗാഡ്, സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു. ഓ അമേസിംഗ്. എക്സാർട്ടിറ്റ്സോ അതിന്റെ ഗ്രീക്ക് പദം സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു എന്ന ആ പദത്തിന് ഗ്രീക്ക് പദം കിടക്കുന്നത് എക്സാർട്ടിറ്റ്സോ എന്ന് പറഞ്ഞാൽ ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായും സജ്ജമാകുക. ഒന്ന് വൃത്തിക്ക് ഞാൻ മര്യാദയ്ക്കെന്ന് പറഞ്ഞാൽ, നിന്നെ എന്ത് കാര്യത്തിനും തയ്യാറാക്കി നിർത്തുക. പ്രാർത്ഥിച്ചു മടുത്തുപോയവരോടാണ് ഞാൻ ഈ ദൈവശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ എല്ലാ കാര്യത്തിനും ശക്തനാക്കാൻ വേണ്ടി ഇനി ബെന്നിഹിൻ വരണ്ട സുഹൃത്തെ. നിന്നെ എന്ത് കാര്യത്തിനും ശക്തനാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ശ്വാസം മതി. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ ശ്വാസം തന്നെ സഫിഷ്യന്റ് ആണ്. മൈ ഗോഡ്, ദൈവത്തിന്റെ ശ്വാസം തന്നെ സഫിഷ്യന്റ് ആണ്. എന്തിനാ? എന്നെ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചവനാക്കാൻ. കഴിവില്ല എന്ന് പേര് കേട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. നീ അപ്പുറത്തെ മനുഷ്യരെ, അല്ലെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ, അല്ലെ അപ്പുറത്തെ അയാളെ ഒന്ന് കണ്ടു പഠിക്കുക എന്നാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ അവർ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതിന് പറയുന്നു. എന്നെ പൂർണ്ണമായി സജ്ജമാക്കുന്ന ഒന്നേ ഈ ഭൂമിയിലുള്ളൂ. അത് ദൈവത്തിന്റെ ശ്വാസമാണ്. ദൈവത്തിന്റെ ശ്വാസമാണ്. സകല സൽപ്രവർത്തിക്കും വക പ്രാപിക്കാൻ ഒരു മനുഷ്യനെ കരുത്തുള്ളവനാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ ശ്വാസമാണ്. ഞാൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ അന്യഭാഷ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനൊരു പദം പറഞ്ഞു, റൈസ് റൈസ് റൈസ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പ്രകാശം അതുളവാകും. ഞാനിത് ആത്മാവിൽ ആ പ്രോഫസി ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശ്വാസം വെളിപ്പെടാൻ പോകുക. നിന്റെ ലൈഫിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശ്വാസം. മരിച്ചും മരവിച്ചും വിറങ്ങലിച്ചും ഇരിക്കുന്ന നിങ്ങളുടെ കർണപടങ്ങളിൽ ഇന്ന് ഈ ശബ്ദം അടിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ശബ്ദമായിട്ടല്ല, അതൊരു ശ്വാസമായി മാറാൻ പോകുകയാണ്. നിന്നെ വക പ്രാപിച്ചവനാക്കാൻ പോകുക. വക നഷ്ടപ്പെട്ട താങ്കളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. സകല വകയും നഷ്ടപ്പെട്ട താങ്കളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. ഉണ്ടാക്കിയ സകല വകയും കവർന്നെടുത്തുകൊണ്ടുപോയ താങ്കളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. നീ വക പ്രാപിച്ചവനാകേണ്ടതിന് ദൈവം നിന്റെ വീട്ടിലേക്ക്, നിന്റെ ലൈഫിലേക്ക് ഒരു ശ്വാസമൂതുകയാണ്. ശ്വാസം. ദൈവത്തിന്റെ ശ്വാസത്തിന്റെ പവർ നോക്കണേ. വെറുതെയാണോ യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിയത്? അവരെ കർത്താവ് വെറുതെ ഊതിത്തള്ളി ഇടുവല്ലായിരുന്നു, അവനെ വക പ്രാപിച്ചവനാക്കി മാറ്റുമായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരൊക്കെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവരെയൊക്കെ ആരൊക്കെ എന്തൊക്കെ വട്ടപ്പേര് പറഞ്ഞു വിളിച്ചു കാണും? ഇവരെയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കാണും? നിന്നെയൊക്കെ പഠിക്കാൻ വിട്ടപ്പോൾ മര്യാദയ്ക്ക് പഠിക്കാൻ പോകാൻ പാടില്ലടാ എന്ന് ചോദിച്ചിട്ടുണ്ടാകും. ഇന്ന് എന്തോ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല, വെറുതെ വെയിൽ കൊണ്ട് മണ്ണെണ്ണയും കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എത്രയോ പേര് പുച്ഛിച്ച് ചിരിച്ചിട്ടുണ്ടായിരിക്കും. മുന്നിൽ നിന്ന് സഹതാപം കൂറിയാൽ അങ്ങോട്ട് പോകുമ്പോഴേ ഇവനൊക്കെ വേറെ പണിക്ക് പോക്കൂടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. കർത്താവിന്റെ ദാസനെ, ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങൾ എടുത്തപ്പോഴും ഇത് തന്നെ മുന്നിൽ നിന്ന് സഹതപിച്ചെങ്കിലും, മുന്നിൽ നിന്ന് വലിയ ദൈവവിശ്വാസം പറഞ്ഞെങ്കിലും ഇവനൊക്കെ വേറെ പണിക്ക് പോക്കൂടെ
എന്ന് ചോദിച്ചവരുണ്ട്. ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ വേറൊരു പണിയും കിട്ടാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചവരുണ്ട്. ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഇതിൽ നിന്ന് വല്ലതും തടയുവോ എന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നേ. ഇതിൽ നിന്ന് വല്ലതും തടയുവോ? ഞാൻ ശ്രദ്ധിച്ച് കേട്ടാട്ടെ സഹോദരങ്ങളെ, തടയാനല്ല, തടയുന്നതിനെ തകർക്കാനാ പരിശുദ്ധാത്മാവ് എന്നെ വിളിച്ചത് യേശുവിന്റെ നാമത്തിൽ. തടയുന്നതിനെ തകർക്കാനാ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും രണ്ടിട്ട എന്തോ കിട്ടും, ഇതേ ഉള്ളൂ ചിന്ത. പക്ഷെ ദൈവത്തിന്റെ ശ്വാസം ആത്മാവിൽ വഹിക്കുന്നവന് അവന്റെ ജീവിതത്തിൽ മനുഷ്യനല്ല അവനുള്ള ഓഹരി അളക്കുന്നത്. ആമേൻ. അവന്റെ അന്നത്തെ അന്നം കരുതുന്നത് മനുഷ്യനല്ല എന്ന്. ദൈവത്തിന്റെ ശ്വാസം. മൈ ഗാഡ്, the resurrection power of the Holy Ghost. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിന്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ ശ്വാസത്തെ നീ പ്രാപിച്ചാൽ മതി. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകണമെങ്കിൽ ഈ ശ്വാസം പ്രാപിച്ചാൽ മതി. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകണമെങ്കിൽ അത് ഏത് മേഖലയാകട്ടെ, അത് ഫൈനാൻഷ്യൽ മേഖലയാകട്ടെ, അത് ജോലിയുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഇന്റർവ്യൂ ആകട്ടെ, യാത്രയാകട്ടെ, ഒരു റിസറക്ഷൻ പവർ ഉണ്ടാകും. ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ. ശ്രദ്ധിച്ചേ, ആർക്കാ ഈ ശ്വാസം വരുന്നതെന്നറിയാവോ? ദൈവത്തിന്റെ മനുഷ്യൻ. അമേസിംഗ് വേർഡ്, ബ്യൂട്ടിഫുൾ വേർഡ്. ദൈവത്തിന്റെ മനുഷ്യൻ. എന്നെ അറിയപ്പെടുന്നത് എൻ്റെ അമ്മയുടെ പേര് വെച്ചല്ല, എൻ്റെ അപ്പന്റെ പേര് വെച്ചല്ല. എന്നെ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യൻ എന്നെ മനസ്സിലാകത്തുള്ളൂ. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ മനുഷ്യൻ. ഞാനത് ഒത്തിരി സ്നേഹിക്കുന്നു, ഞാനത് ഒത്തിരി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മനുഷ്യൻ, കാരണം എൻ്റെ പിതാവ് ദൈവമാണെന്ന് ബൈബിൾ പറയുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയണം, അതുപോലെ മറ്റൊരു പിതാവിനെ കൂടെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ പിതാവ് സാത്താനാണെന്ന്, അങ്ങനെയും കൂടെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ പിതാവ് ദൈവമാകുന്നത് കൊണ്ട് ബൈബിൾ എന്നെ വ്യക്തമായി അഡ്രസ് ചെയ്യുന്നു, ദൈവത്തിന്റെ മനുഷ്യൻ. എലിയാവിനെ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് അറിയപ്പെട്ടത്. ദൈവത്തിന്റെ പ്രവാചകൻ എന്നാണ് പ്രവാചകന്മാരെ അറിയപ്പെട്ടത്. അപ്പൊ ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ മനുഷ്യൻ. ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണോ? ആണ് എന്നെനിക്ക് എപ്പോ പറയാൻ പറ്റും? സകല സൽപ്രവൃത്തിയിലും ഞാൻ തികഞ്ഞു വരുമ്പോൾ. മൈറ്റി ഗോഡ്. അർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ നാടിനൊരു പ്രശ്നം ഉണ്ടായാൽ സഭ അതിനൊരു പരിഹാരമായിരിക്കണം. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ സഭ അതിനൊരു പരിഹാരമായിരിക്കണം. എങ്ങനെ എനിക്കത് പറയാൻ കഴിഞ്ഞ്? സകല സൽപ്രവൃത്തിയിലേക്കും ദൈവം നമ്മളെ വളർത്തുമ്പോൾ, അല്ലാതെ പ്രാർത്ഥിക്കുന്നു, വിടുതൽ ലഭിക്കുന്നു, എൻ്റെ കാര്യം നടക്കുന്നു, പോകുന്നു, അതല്ല ശരിക്കും സഭയെക്കുറിച്ച് ദൈവം ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സകല സൽപ്രവൃത്തിയിലും മുതിർന്നു വരണം. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ സഭയിലുള്ള ജനം ഒരുമിച്ച് ചേർന്ന് നമ്മൾ ചില വ്യക്തികൾക്ക് വീട് വെച്ചു കൊടുക്കും. ഈ സഭയിലുള്ള ഒരു കൂട്ടം ജനം വന്ന് നമ്മൾ ഒരു കൂട്ടം ജനത്തെ നാം സുരക്ഷിതരാക്കും. ഈ സഭയിലുള്ള ഒരു കൂട്ടം ജനം ചേർന്ന് ചിലർക്ക് നമ്മൾ ജോലി കൊടുക്കും. ഈ സഭയിലുള്ള ഒരു കൂട്ടം ജനം ചേർന്ന് നമ്മൾ ചില വ്യക്തികളുടെ വിവാഹം നടത്തിവിടും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എനിക്കെന്തോ അങ്ങനെയൊക്കെ അങ്ങ് പറയാനും പ്രവചിക്കാനും തോന്നുക. എൻ്റെ വയറ് നിറഞ്ഞാൽ മതിയോ? എൻ്റെ കാര്യം നടന്നാൽ മതിയോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നാൽ മതിയോ? ഞാൻ മഴ നനയാതെ കിടന്നാൽ മതിയോ? സഭ സമൂഹത്തിനൊരു പരിഹാരമായിരിക്കട്ടെ. സഭ സമൂഹത്തിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമായിരിക്കട്ടെ. സഭ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നമുക്ക് കേരളത്തിലെ എല്ലാ ജനത്തിന്റെ കാര്യം നടത്താൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ ചിലരുടെ കാര്യം നടത്താൻ പറ്റും. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകുക. അപ്പോ എക്സാർട്ടിറ്റ്സോ എന്ന പദമാണ് ശരിക്കും ഗ്രീക്കിൽ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച ഒരു മനുഷ്യനെ പറയുന്ന പേര് എക്സാർട്ടിറ്റ്സോ എന്ന് പറഞ്ഞാൽ അവനെ പൂർണ്ണമായും സജ്ജമാക്കുക. ഒരാൾ പൂർണ്ണമായും സജ്ജമാകുമ്പോഴാണ് ദൈവമക്കളെ അവന് കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയുന്നത്.
കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. വെല്ലുവിളിയാണ്, മഹാവെല്ലുവിളിയാണ്. ആ കർത്താവിൻ്റെ വേല ചെയ്യാൻ തീർന്നില്ല, ആ കർത്താവിൻ്റെ വേലയിൽ ഉറച്ചു നിൽക്കാൻ തീർന്നില്ല, ആ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുമ്പോൾ വരുന്ന ചില പീഡനങ്ങളെ അവന് പ്രാർത്ഥനയിൽ തടയാൻ അവൻ സജ്ജനാകുന്നത്, അവൻ എക്സാക്റ്റഡ് സോ ആ ഒരു പദവിയിലേക്ക് അവൻ കയറുന്നത് അവൻ ദൈവത്തിൻ്റെ മനുഷ്യനായി തീരുമ്പോഴാണ്. ഒരുവൻ ദൈവത്തിൻ്റെ മനുഷ്യനായി തീരുന്നത് അവൻ ദൈവത്തിൻ്റെ ശ്വാസം പ്രാപിക്കുമ്പോഴാണ്. എങ്ങനെ അവൻ അത് സാധിക്കുക? അവൻ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അവൻ പ്രയോജനമുള്ളൊരു വ്യക്തിയാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ മാറ്റുന്നു. അവൻ പ്രയോജനമുള്ളൊരു വ്യക്തിയാക്കി ദൈവത്തിന്റെ ആത്മാവ് അവനെ മാറ്റുന്നു. അവൻ പ്രയോജനമുള്ളൊരു വ്യക്തിത്വമാക്കി അവന്റെ കുടുംബത്തിൽ ദൈവം അവനെ മാറ്റുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നീ നിന്റെ കുടുംബത്തിനൊരു പരിഹാരമായി മാറാൻ പോവുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ഒരു പ്രവേശനം നാം അനുവദിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു പ്രവേശനം തുറന്നു വരുന്നത്. അതിനാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഒരു പ്രവേശനം അനുവദിക്കുക. ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുന്നു, നമ്മൾ വായിച്ച വചനത്തിന്റെ ആധാരത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ശ്വാസം. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ശ്വാസം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഞാൻ നന്നായിട്ട് ചൂടെടുക്കുമ്പോൾ ഞാൻ ഫാൻ ഇടും. എവിടെ വരെ കടക്കും? എൻ്റെ ശരീരത്തിൽ മാത്രം, അതായത് എൻ്റെ പുറത്തെ പ്രതലത്തിൽ മാത്രം തണുപ്പിക്കാനേ ആ ഫാനിനെ കൊണ്ട് കൊള്ളത്തുള്ളൂ. എൻ്റെ വയറ് വിശന്ന എനിക്ക് ഫാൻ ഇട്ട വയറ് നിറയോ? എൻ്റെ വയറിൻ്റെ ചൂട് മാറുമോ? വയറ് കത്തുന്നത് മാറുമോ? ഇല്ല. എൻ്റെ ശരീരത്തെ തണുപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ വിയർപ്പിനെ ഒന്ന് ഉണക്കിക്കളയാൻ പുറത്ത് ഞാൻ ഇട്ട ഫാനിൻ്റെ കാറ്റ് സഹായിക്കുന്നത് പോലെ അല്ല ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അനുവദിച്ചാൽ അതിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതിൻ്റെ പ്രവേശന രീതി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അതിൻ്റെ ഷാർപ്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ശ്വാസം ജീവനും ചൈതന്യവുമുള്ളതായി. ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിന്റെ വചനം, ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിന്റെ ശ്വാസം. സഹോദര, ഇന്ന് നീ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇത് കടന്നു ചെല്ലുന്നിടമെല്ലാം ആ സ്വഭാവം വെളിപ്പെടുത്തും. ആമേൻ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും. അടുത്തതാ പ്രവേശന കവാടങ്ങൾ. 1 പ്രാണനെയും, 2 ആത്മാവിനെയും, 3 സന്ധിമജ്ജകളെയും വേർവിടിവിക്കുന്നതുവരെ തുളച്ചു ചെല്ലുന്നതും, 4 ഹൃദയത്തിലെ, 5 ചിന്തകളെയും, 6 ഭാവങ്ങളെ, 7 വിവേചിക്കുന്നതുമാകുന്നു. 5 പ്രവർത്തികളാണ് ദൈവത്തിന്റെ വചനം കടന്നു ചെന്ന് ചെയ്യുന്നത്. 3 ഇടങ്ങളിലേക്ക് കടന്നു ചെന്ന് 5 പ്രവർത്തികൾ ദൈവത്തിന്റെ വചനം ചെയ്യുന്നു. അർത്ഥം, ദൈവത്തിന്റെ ശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചാൽ ചെയ്യുന്നത് 1-2 കാര്യങ്ങളല്ല. ദൈവത്തിന്റെ ശ്വാസം നിന്റെ ജീവിതത്തിനെ തട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന 1-2 കാര്യങ്ങളല്ല. ദൈവത്തിന്റെ ശ്വാസം എൻ്റെ ജീവിതത്തിൽ തട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളല്ല. ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റിയതാണ് ദൈവത്തിന്റെ ശ്വാസം. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, കർത്താവിന്റെ ശിഷ്യന്മാർ മീൻപിടുത്തക്കാരായിരുന്നവർ, കടൽപ്പണി ചെയ്തുകൊണ്ടിരുന്നവർ. അവർ കടൽപ്പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ മാനമല്ല ശരിക്കും കർത്താവിനോടുകൂടെ ചേർന്നപ്പോൾ കിട്ടിയത്. കർത്താവിനോടുകൂടെ ചേർന്നപ്പോഴല്ല അവർക്ക് മാനം കിട്ടിയത്, കർത്താവ് അവരുടെ മേൽ ഊതിയപ്പോഴാണ്, ശ്വാസം അവരുടെ മേൽ വന്നപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോഴാണ് അവരുടെ മാനം മാറിയത്. അന്ന് കളിയാക്കിയവരൊക്കെ ഇന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കുക. യോഹന്നാനേടാ, ഒന്ന് വീട് വരെ വന്നേച്ച് പോടാ,
ബൈബിളിലില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടാവും. പത്രോസിനെ, എടാ പത്രോസെ ഒന്ന് ഇതിലെ നീ പാസ് ചെയ്യോ, നീ ഇതിലെങ്ങനെ പാസ് ചെയ്യോ, ഒന്ന് വന്ന് പ്രാർത്ഥിച്ചു വെച്ച് പോടാ. ഇന്നൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ചിരിച്ച പുള്ളികളാ. ഒരേ പണി ചെയ്യുന്ന ആൾക്കാർ തന്നെ നിനക്കിന്നൊന്നും കിട്ടിയില്ലേ, ഓ ഒന്നും കിട്ടിയില്ലടാ എന്ന് പറഞ്ഞപ്പോ അവന്റെ പടക് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് കളിയാക്കിയവൻ ഇവനൊക്കെ എവിടുത്തെ മീൻപിടുത്തക്കാരനാടാ എന്ന് ചോദിച്ചവരുണ്ടാവും. ആ പുള്ളിയും പത്രോസിനെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടുണ്ടാവും. സ്തോത്രം. സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ ശ്വാസമാണ് സഹോദര, ദൈവത്തിന്റെ ശ്വാസമാണ്. ദൈവത്തിന്റെ ശ്വാസത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, ആമേൻ, അവൻ ദൈവത്തിന്റെ ശ്വാസം ആർ പ്രാപിക്കുന്നോ അവൻ ദൈവത്തിന്റെ മനുഷ്യനായി മാറും, ദൈവത്തിന്റെ മനുഷ്യനായി മാറും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു സഹോദരി, നിങ്ങളിന്ന് വല്ലാത്ത തലത്തിൽ നിങ്ങൾ എന്തായി ഏതാ എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ ഏത് പൊസിഷനിലാണ്, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ആണോ, നിങ്ങൾ HR മാനേജർ ആണോ, നിങ്ങൾ ഡോക്ടറാണോ, നിങ്ങൾ നേഴ്സാണോ, നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ റീജിയണൽ മാനേജർ, എനിക്കൊന്നും അറിഞ്ഞൂടാ, നിങ്ങൾ ബ്രാഞ്ച് മാനേജർ ആണോ. പക്ഷേ ഞാനൊരു കാര്യം താങ്കളോട് പറയട്ടെ സഹോദര സഹോദരി, നീ ഒരു സ്വീപ്പർ ആണെങ്കിലും, നീ ഒരു കെയർ ടേക്കർ ആണെങ്കിലും, നീ ദൈവത്തിന്റെ മനുഷ്യനായി തീർന്നു കഴിഞ്ഞാൽ പ്രൊമോഷൻ താനേ വരും, സാലറി ഇൻക്രിമെന്റ് താനേ വരും, ഡോറുകൾ താനേ തുറക്കും. വായ് പാസ്റ്റർ അങ്ങനെയൊക്കെ പറയുന്നേ? ദൈവത്തിന്റെ ശ്വാസം ഒരുവന്റെ പ്രാണനെ തൊട്ടാൽ, ദൈവത്തിന്റെ ശ്വാസം ഒരുവന്റെ സ്പിരിറ്റിനെ തൊട്ടാൽ, ദൈവത്തിന്റെ ശ്വാസം ഒരുവന്റെ അസ്ഥികളെ തൊട്ടാൽ, ദൈവത്തിന്റെ ശ്വാസം ഒരുവന്റെ മേൽ തുളച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രവേശനം അനുവദിച്ചവൻ പിന്നെ പ്രവേശന കവാടങ്ങൾ താണ്ടിയേ പറ്റുകയുള്ളൂ. ആത്മാവിനോട് വ്യക്തമായി പറയുന്നു, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഡോറുകൾ മലർക്കെ തുറക്കുകയാണ്. ചിലരുടെ ശരീരങ്ങളിലേക്ക് ഈ ദൈവശക്തി ആഞ്ഞടിക്കുന്നത് എനിക്കെന്റെ സ്പിരിറ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ശക്തി നിന്റെ മേൽ കടക്കുന്നത് നീ ചിലത് കടക്കാൻ, ഈ ശക്തി നിന്റെ മേൽ കടക്കുന്നത് നിന്നെ ചിലത് താണ്ടിക്കാൻ വേണ്ടിയിട്ട്, ഈ ശ്വാസം നിന്റെ മേൽ വരുന്നത് നിന്നെ ചിലയിടത്തേക്ക് പ്രവേശിപ്പിക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചിലരുടെ സമയം വരെ ചേഞ്ച് ആകുന്ന ഒരു മെസ്സേജായി മാറുന്നു, ചിലരുടെ സമയം വരെ ചേഞ്ച് ആകുന്ന മെസ്സേജായി മാറുന്നു, ചിലരുടെ വിധി പോലും തിരുത്തുന്ന ഒരു മെസ്സേജായി മാറുന്നു, ചിലരുടെ ലൈഫിൽ പുതിയ പ്രതീക്ഷകളുടെ ഡോറുകൾ തുറക്കാൻ പോകുന്നു. ഈ മെസ്സേജ് കഴിയുമ്പോൾ നിനക്കൊരു മെസ്സേജ് വരാൻ പോകുന്നു, ഈ മെസ്സേജ് കഴിയുമ്പോൾ നിനക്കൊരു മെയിൽ വരാൻ പോകുന്നു. ഈ സന്ദേശം നീ ആമേൻ പറയുമ്പോൾ നീ പ്രതീക്ഷിച്ചിരുന്നത് നിന്റെ കൈകളിലേക്ക് എത്താൻ പോകുന്നു. ഈ മെസ്സേജ് കഴിയുമ്പോൾ നീ അത്ഭുതങ്ങളെ കുറിച്ച് കേൾക്കാൻ പോകുന്നു. കമോൺ, എന്നോട് ദൈവാത്മാവ് എഫഥ പറയാൻ പറയുന്നു. യെസ്, എഫഥ ഞാൻ പറയുന്നു. തുറന്നുപോയ കണ്ണുകൾ, അടഞ്ഞുപോയ കണ്ണുകളെ തുറക്കുവാൻ എന്റെ നാഥൻ ഉപയോഗിച്ചത് എഫഥായാണെങ്കിൽ അടഞ്ഞുപോയ കാതുകളെ, പ്രവേശനവും പ്രകാശവും തടഞ്ഞു വെച്ച കണ്ണുകളെ തുറക്കുവാൻ എന്റെ നാഥൻ ഉപയോഗിച്ചത് എഫഥ എന്ന വാക്കാണെങ്കിൽ, ആമേൻ ആമേൻ ആമേൻ, കാറ്റും വെളിച്ചവും കാറ്റും ശബ്ദവും അടച്ചു വെച്ച ഒരുവന്റെ കാതുകളെ തുറക്കുവാൻ എന്റെ ദൈവം തുറക്കാൻ ഉപയോഗിച്ച കീ എഫഥയാണെങ്കിൽ, ഇന്ന് ഞാൻ എന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, എന്നെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ചിലർക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രവചിച്ചു പറയുന്നു, നിന്റെ ലൈഫിലെ എഫഥ ഡേ ആണിത്, നിന്റെ ജീവിതത്തിലെ എഫഥ ഡേ ആണിത്. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറയാവുള്ളൂ, ബാക്കി എല്ലാവരും മൗനമായിട്ടിരിക്കണം. വിശ്വസിക്കുന്നവർ മാത്രമേ ആമേൻ പറയാവുള്ളൂ. ദൈവത്തിന്റെ മനുഷ്യ, നീയാണ് ചിലരം താണ്ടേണ്ടത്. ദൈവത്തിന്റെ മനുഷ്യ, നീയാണ് ചിലയിടത്തേക്ക് പുറപ്പെട്ടു പോകേണ്ടത്. ദൈവത്തിന്റെ മനുഷ്യ, നീയാണ് ചിലരെ വകപ്രാപിച്ചവനാക്കേണ്ടത്. ദൈവത്തിന്റെ മനുഷ്യ, നീയാണ് ചിലരം തുറന്നു കൊടുക്കേണ്ടത്. Oh, mighty Father, thank you for your beautiful
presence. Like how rests the power of the God. കുഞ്ഞേ സന്തോഷവും സമാധാനവും അടഞ്ഞുപോയ നിന്റെ കുടുംബജീവിതത്തിന്റെ വാതിലുകളെ ഈ സന്ദേശം തുറന്നിടുകയാണ്. ആമേൻ. നിന്റെ അടഞ്ഞുപോയ നിന്റെ ഉദരത്തെ ദൈവത്തിന്റെ ശ്വാസം, power in the name of Jesus, അടഞ്ഞുപോയ നിന്റെ ഉദരത്തെ ദൈവത്തിന്റെ ശ്വാസം ഇന്ന് തുറന്നെടുക്കുകയാണ്. അനുവദിക്കുക ഈ ദൈവശക്തി നിന്നിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക. ഈ പ്രവേശനത്തിലൂടെ നിനക്കും ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ പ്രവേശനം നീ അനുവദിച്ചാൽ നിന്നെ ചിലതാകാൻ ഈ സന്ദർശനം അനുവദിക്കും. ഈ ദൈവശ്വാസം നിന്നെ ചിലതാകാൻ അനുവദിക്കും. റുഫാന റിനമ ഷതയമ റിലമതയ. ഓ ഗ്ലോറി. എനിക്കറിയാം വ്യക്തമായി ദൈവശക്തി തൊടുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. വ്യക്തമായി ദൈവശക്തി തൊടുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. വ്യക്തമായി ദൈവശക്തി തൊടുന്ന ദൈവശ്വാസം തൊടുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ മനുഷ്യ, നിന്നെ കർത്താവ് ദൈവത്തിന്റെ മനുഷ്യനാക്കി മാറ്റുകയാണ്. നിന്നെ വിളിച്ചത് ദൈവത്തിന്റെ മനുഷ്യനാകാനാ. പക്ഷെ നീ ഇന്ന് ലോകത്തിന്റെ മനുഷ്യനായിരിക്കുകയാ. ഹേ കമാൺ. നിന്നെ വിളിച്ചത് ദൈവത്തിന്റെ മനുഷ്യനാകാനാ. പക്ഷെ നീ ഇന്ന് ലോകത്തിന്റെ മനുഷ്യനായിരിക്കുക. മോളെ, നിന്നെ ദൈവം വിളിച്ചത് ദൈവത്തിന്റെ മനുഷ്യനാകാനാ. പക്ഷെ നീ ഇന്ന് ലോകത്തിന്റെ ദാസിയായിരിക്കുക. കമാൺ. ഒരു ഷിഫ്റ്റ് നിനക്ക് ഉണ്ടാകുന്ന ഒരു ദിവസം. ഒരു ഷിഫ്റ്റ് നടക്കുന്ന ദിവസം. ഓ മൈറ്റി ഫാദർ, ദൈവത്തിന്റെ ശ്വാസം. ഓ ജീസസ്. ആദ്യനും അന്ത്യനും നീ, അത്ഭുതമന്ത്രിയും നീ. പാടിയേ. ആദ്യനും അന്ത്യനും നീ, അത്ഭുതമന്ത്രിയും നീ. ആദ്യനും അന്ത്യനും നീ, അത്ഭുതമന്ത്രിയും നീ. ഹുനായ ഹസിയ. ആദ്യനായുള്ളവൻ അന്ത്യനായുള്ളവൻ നിന്നോട് പറയുന്നു, നിന്നെ ദൈവം വിളിച്ചത് ദൈവത്തിന്റെ മനുഷ്യനാകാനാ. അങ്ങനെയാണെങ്കിൽ നീ പ്രാപിക്കേണ്ടത് സുഹൃത്തെ, നീ പ്രാപിക്കേണ്ടത് ദൈവത്തിങ്കൽ നിന്നല്ലേ? കാരണം ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകയില്ലാത്തവൻ. എനിക്ക് ഒന്നിനും വകയില്ല, എനിക്ക് ഒന്നിനും തികയുന്നില്ല, എനിക്ക് 2 കിട്ടിയിട്ടും തികയുന്നില്ല, 20 കിട്ടിയിട്ടും തികയുന്നില്ല. അങ്ങനെ പറയല്ലേ. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എപ്പോൾ ദൈവവചനത്തിൽ സഫിഷ്യന്റ് ആയി മാറുമോ ആ സെക്കൻഡ് മുതൽ നിന്നെ ദൈവം ഒരു എക്സാറ്റിറ്റ്സോയുടെ അനുഭവത്തിലേക്ക് ഉയർത്തും. അടുത്ത വാക്യത തികഞ്ഞവൻ. സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. തികഞ്ഞവനാകുക മീൻസ് ആർട്ടിയോസ്. ഗ്രീക്ക് വാക്ക് ആർട്ടിയോസ് എന്ന പദം ഗ്രീക്കിൽ കൊടുക്കുമ്പോൾ അതിന്റെ വിവർത്തനം ഇങ്ങനെയാണ് വരുന്നത്: ഒരു ചേർപ്പായി കൃത്യമായി യോജിപ്പിക്കുക. നിങ്ങൾ ഒരു മെഡിസിൻ കമ്പനി സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവർക്ക് തോന്നിയതുപോലെ കെമിക്കൽസ് മറ്റൊരു കെമിക്കലുമായിട്ട് തോന്നിയ അളവിൽ, ഇന്നത്തെ അളവല്ല നാളത്തെ അളവല്ല മറ്റന്നാളത്തെ അളവ്, ഈ അളവല്ല അടുത്ത മാസം. അവർക്ക് കമ്പനിയിൽ പുതിയ ക്യാപ്സ്യൂൾസ് അവർക്ക് ഇന്നോവേറ്റ് ചെയ്യാം, പുതിയ മെഡിസിൻസ് അവർക്ക് ഇന്നോവേറ്റ് ചെയ്യാം. പക്ഷെ ഓരോ മെഡിസിൻസിനും നിഷ്കർഷിച്ചിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓരോ മോളിക്യൂൾസും ഇത്രയാണെന്നുള്ളത് അവർ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അതിനകത്ത് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇന്ന് ചെയ്യുന്ന പോലല്ല നാളെ ചെയ്യുന്ന പോലല്ല മറ്റന്നാൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. കാരണം ആ മെഡിസിൻ കൃത്യമായി യോജിപ്പിച്ച് ഒരു ക്യാപ്സ്യൂളാക്കി കമ്പനി പുറത്തിറക്കി, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ആക്കി കമ്പനി പുറത്തിറക്കി, ആ മെഡിസിൻ അതേ രോഗം വന്ന, അല്ലെങ്കിൽ അത് ശമിപ്പിക്കേണ്ട ഒരു രോഗം വന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി സൗഖ്യമാകും. മറിച്ച് തോന്നിയ അളവിനാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി, ഞാൻ പറയുന്നില്ല,
മറ്റൊരു വ്യക്തിക്ക് നീ സൗഖ്യമായി മാറണമെങ്കിൽ നീ കൃത്യമായി നിന്നിൽ യോജിക്കേണ്ടത് യോജിക്കണം. മറ്റൊരു വ്യക്തിക്ക് നീ ഒരു സമാധാനമായി മാറണമെങ്കിൽ, മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ ഒരിക്കലും ഇറിറ്റേഷനായി മാറരുതെങ്കിൽ, മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ ഒരു അസ്വസ്ഥതയായി മാറരുതെങ്കിൽ, നിങ്ങളുടെ വാക്ക് മറ്റൊരു വ്യക്തിക്ക് ഒരു അരോചകത്വമായി മാറരുതെങ്കിൽ, നിന്നിൽ സംയോജിപ്പിക്കേണ്ടതുമായി നീ സംയോജിക്കപ്പെടണം. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? നിന്നിൽ നീ വചനം ചുമ്മാ കേട്ടോണ്ടിരിക്കുമ്പോഴല്ല, ഒരു ചാനലിൽ നിന്ന് അടുത്തൊരു ചാനല്, ആ ചാനലിൽ നിന്ന് മറ്റൊരു ചാനല്, ഒരു സൂമിൽ നിന്ന് മറ്റൊരു സൂം, ആ സൂമിൽ നിന്ന് പിന്നെ വേറൊരു ചാടി 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 പോകല്ലേ, മാന് പോകുന്ന പോലെ. നീ എവിടുന്ന് വചനം കേട്ട് ഈ ചാനലിൽ നിന്ന് അപ്പുറത്തെ ചാനലിൽ പോകൂ, അവിടുന്ന് അടുത്ത ചാനലിൽ പോകൂ, ഒരു സൂമിൽ നിന്ന് മറ്റൊരു സൂമിൽ പോകൂ, ഒരു ചർച്ചയിൽ നിന്ന് മറ്റൊരു ചർച്ചയിൽ പോകൂ. നീ എവിടുന്ന് കേട്ടാലും നിന്നിൽ സംയോജിക്കപ്പെടേണ്ടത് സംയോജിക്കപ്പെടണം. നിന്നിൽ ഒരു ഒരു കൃത്യമായ ഒരു യോജിപ്പുണ്ടാകണം. എനിക്ക് എന്റെ മെസ്സേജ് സമയം ദൈർഘ്യം കൂടി പോകുന്നു, പക്ഷെ എനിക്കിത് പറയാതെ പോകാനും പറ്റുന്നില്ല. ഞാൻ നിർത്താൻ പോവാ. ഇതിൽ കൃത്യമായി ഒരു സംയോജനം ഉണ്ടാകണം. കൃത്യമായി ഞാൻ ദൈവത്തിന്റെ ആത്മാവുമായി സംയോജിക്കപ്പെടുകയും, ഞാൻ കൃത്യമായി ദൈവത്തിന്റെ ആത്മാവുമായി സംയോജിക്കപ്പെട്ടാലേ എനിക്ക് ദൈവത്തിന്റെ ആത്മാവുമായി സഹകരിക്കാൻ കഴിയത്തുള്ളൂ. തിരിച്ചുകൊണ്ട് ഞാൻ കൃത്യമായി സംയോജിക്കപ്പെട്ടാൽ, ഒരു ആർട്ടിയോസ് എന്നിൽ സംഭവിച്ചാലേ ദൈവത്തിനും ഞാനുമായി സഹകരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സഹകരണം ഉണ്ടാകുന്ന പക്ഷം നീ ഒരുപാട് പേരുടെ വൈദ്യനാക്കി പരിശുദ്ധാത്മാവ് യൂസ് ചെയ്യും. നീ ഒത്തിരി പേരുടെ സഹായകനാക്കി ദൈവം യൂസ് ചെയ്യും. നീ ഒത്തിരി പേരുടെ പാസ്റ്ററാക്കി ദൈവം യൂസ് ചെയ്യും. ഒത്തിരി പേരെ ഉയർപ്പിക്കുന്നവനായി ദൈവം യൂസ് ചെയ്യും. ദൈവത്തിന്റെ മനുഷ്യനായി ദൈവം നിന്നെ ഉപയോഗിക്കും. നിന്റെ വീടിനകത്ത് നീ ഒരു ഫലപ്രദമായി മുന്തിരിവള്ളിയാക്കി ദൈവം നിന്നെ യൂസ് ചെയ്യും. എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നിധിയിൽ അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിന്റെ ശ്വാസം ഇന്ന് നിനക്ക് സ്വീകരിക്കുവാൻ ദൈവം കൃപ നൽകുന്നു. പിതാവേ, എന്റെ പ്രിയപ്പെട്ട ജനത്തെ അങ്ങയുടെ ദിവ്യകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവേ, ഇവരോട് അങ്ങ് സംസാരിച്ചുവല്ലോ. അടിയനും ഇത് ഏറ്റെടുക്കുന്നു. ഞങ്ങളെ ആകേണ്ട പോലെ ആക്കുന്ന ദിവ്യാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഈ ശ്വാസത്തെ ഞങ്ങളുടെ മേൽ അധികമായി പകരണമേ. ഈ ജീവനുള്ള വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുകയാണ്. ഈ ജീവനുള്ള ശ്വാസത്തെ ഞങ്ങളുടെ പ്രാണനിലേക്ക് അനുവദിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാവിലേക്ക് അനുവദിക്കുകയാണ്. ഞങ്ങളെ പണിതെടുക്കണമേ. ദൈവത്തിന്റെ മനുഷ്യനാക്കി ഞങ്ങളെ മാറ്റണമേ. അപ്പാ, ഈ ജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണം. നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതിൽ രോഗികളായി ആരെങ്കിലും കാണുന്നെങ്കിൽ ഈ സന്ദേശത്തിനകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മശക്തിയാൽ അവർ ഇപ്പോൾ ഹീലാകട്ടെ. In the name of Jesus Christ. Oh mighty God, അവിടുന്ന് ഇവരെ സ്പർശിച്ചിരിക്കുകയാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ ദിവ്യനാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗാഡ്. ദൈവം നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ നിങ്ങളുടെ സാക്ഷികൾ ഈ നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മീറ്റിംഗിൽ എല്ലാ ദിവസവും നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവർക്ക് ഈ സന്ദേശം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രേയറിലായിരിക്കുന്നു. 21 ഡേയ്സ് ഞങ്ങൾ ടങ്സ് പ്രേയറിലായിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ടങ്സ് പ്രേയറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി 9:30 മണിക്ക് ജോയിൻ ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രയർ ലൈൻ നമ്പറിൽ, ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സൂം ID ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അസാധാരണമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാം. അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ്.